രഞ്ജിത്, ഇപ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഈ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയുള്ളൂ, BJP അത്തരത്തിലുള്ള പ്രതികരണമേ നടത്തുകയുള്ളൂ. കുമ്മനം രാജശേഖരന്റെ പരാമർശവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിനെ കൊണ്ട് സത്യവാങ്മൂലം തിരുത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ നേരിട്ട് സത്യവാങ്മൂലത്തിൽ ഒരു തിരുത്തൽ വരുത്തുമോ ഇല്ലയോ? പൊതുസമൂഹത്തിന് മുന്നിൽ, അയ്യപ്പ വിശ്വാസികൾക്ക് മുന്നിൽ അത്തരമൊരു സന്ദേശം നൽകുമോ ഇല്ലയോ? അല്ല, കുമ്മനം രാജശേഖരന് ശബരിമലയായിട്ടെന്നെ ബന്ധം. ശബരിമല അയ്യപ്പന് ചൈതന്യം തീരെ കുറവാണെന്നും അതുകൊണ്ട് ശബരിമലയിലെ ആ വനത്തിനകത്തെ പൂങ്കാവനത്തിൽ മാത്രമേ അയ്യപ്പനുള്ളൂ എന്നും പറഞ്ഞു കിടക്കുന്ന ആളാണ്. അങ്ങനെ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയെ വിവാദത്തിലാക്കാൻ നോക്കിയ അതിലൂടെ രാഷ്ട്രീയ നേതാവായി മാറിയാണ് കുമ്മനം രാജശേഖരൻ. അങ്ങനെ ശബരിമല ഉപയോഗിച്ച് രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തി നേതാവായ ഒരാള് ശബരിമല അയ്യപ്പന് വേണ്ടി നടക്കുന്നു എന്നൊക്കെ ലോകത്താരോട് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവര് ചോര കൊടുക്കാൻ നടക്കുകയാണ്. അതിന് കേരളത്തിൽ അവസരം ഇല്ലാത്തതിന്റെ വിഷമം കരഞ്ഞു തീർക്കല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ ആരുടെയും ഭക്തി ഇളക്കാനൊന്നും ഇവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആർക്കെങ്കിലും ഭക്തി ഉണ്ടോന്ന് അറിയാനുള്ള ചിത്തപരിശോധന ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവര് ഭക്തന്മാരാണോ? ഇവർക്ക് എവിടെയാ ഭക്തി? ഇവർക്ക് ഭക്തിയുണ്ടോ? ഇവരെല്ലാം കള്ളഭക്തന്മാരല്ലേ, കപട ഭക്തന്മാരല്ലേ? പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലാണ്. ആ ബെഞ്ച് ഏതെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്ത വിഷയത്തിൽ എങ്ങനെയാണ് കക്ഷികൾക്ക് നോട്ടീസ് ആവുക? എന്തെല്ലാം വിഷയങ്ങളിലാണ് കേസ് കേൾക്കുന്നതെന്ന് കോടതി പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടിയല്ലേ കൊടുക്കേണ്ടത്? ഇവിടെ ശബരിമലയുടെ വികസനത്തിന് വിമാനത്താവളം ഉണ്ടാക്കുക, റെയിൽവേ ഉണ്ടാക്കുക, അവിടെ 18-ാം പടിയിൽ കൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ആചാരങ്ങൾ തെറ്റിക്കാതെ ശബരിമലയ്ക്ക് കൂടെ ഭൗതിക സൗകര്യം ഏർപ്പെടുത്തുക, ഇതൊക്കെയല്ലേ ഈ അജണ്ട. അതിനെ വലിച്ചു നീട്ടി ശബരിമലയെ വിവാദത്തിലാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കുറെ പേർ ഇറങ്ങിത്തിരിച്ചാൽ ശബരിമല അങ്ങ് ഇല്ലാതാകുമോ? അല്ല, ഈ ആചാരം തെറ്റിക്കാതെ എന്ന് പറയുമ്പോൾ അതിൽ ഈ സ്ത്രീ പ്രവേശനവും യുവതീ പ്രവേശനവും ഉൾപ്പെടുന്നതാണ്. അതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തുവാൻ ആലോചിക്കുന്നു, നിയമോപദേശം തേടുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുവാനുള്ള കാരണം? ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോടതി ആ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന്. പക്ഷേ കോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൽ യുവതീ പ്രവേശനം പറ്റില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വാദം നടന്ന സമയത്തും ജയദീപ് ഗുപ്ത ഇക്കാര്യം സർക്കാരിന് വേണ്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ആ നിലപാട് മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? അല്ല, അത് വിഷയം വരുമ്പോഴാണ് സർക്കാർ ദേവസ്വം ബോർഡ് പ്രതികരിക്കുക. അതിന് ദേവസ്വം ബോർഡിന് അവസരം ഉണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല സത്യവാങ്മൂലം തിരുത്തുവാനുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആചാര അനുഷ്ഠാനം തെറ്റിക്കാത്ത രീതിയിൽ ഒരു സത്യവാങ്മൂലം നൽകാൻ. ആചാര അനുഷ്ഠാനം തെറ്റിച്ചുവല്ലോ, അങ്ങനെയാണല്ലോ യുവതീ പ്രവേശന കാര്യത്തിൽ ഒരു നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തത്, സർക്കാരും എടുത്തത്. അത് തെറ്റിക്കാത്ത രീതിയിലുള്ള സത്യവാങ്മൂലമായിരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ സത്യവാങ്മൂലം വായിച്ചിട്ടുണ്ടോ? സത്യവാങ്മൂലം എടുത്തപ്പോൾ അത് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അങ്ങ് സത്യവാങ്മൂലം വായിച്ചിട്ടുണ്ടോ? താങ്കൾ പറയൂ, താങ്കൾ വായിച്ച ഭാഗം പറയൂ. അങ്ങ് വായിച്ചിട്ടുണ്ടോ? അത് മുഴുവനും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യം താങ്കൾ പറയൂ, താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് പറയൂ. എന്റെ ബോധ്യമല്ല, അങ്ങ് വായിച്ചിട്ടില്ല. ഞാൻ അങ്ങ് വായിക്കാൻ വേണ്ടി ഞാൻ ഇട്ടുതരാം. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പഠന സംഘത്തെ വെക്കണം, അവരുടെ അഭിപ്രായം കേൾക്കണം എന്ന് കേരള സർക്കാർ എഴുതി കൊടുത്ത് സത്യവാങ്മൂലം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതൊരു ഭാഗം അത് പൊതുസമൂഹത്തോട് പറയൂ ശ്രീ കെ അനിൽകുമാർ. യുവതീ പ്രവേശന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്? അത് പറയൂ. നിങ്ങൾക്ക് കേൾക്കണ്ടല്ലേ? ആ ഭാഗം നിങ്ങൾക്ക് കേൾക്കണ്ടല്ലേ? ആ ഭാഗമുണ്ട്. കുമ്മനം രാജശേഖരനേക്കാൾ നികൃഷ്ടമായ നിലയ്ക്കാണല്ലോ. അത് VS-ന്റെ കാലത്ത് കൊടുത്തിരുന്നു, VS-ന്റെ കാലത്തും കൊടുത്തിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുത്തി കൊടുത്തതിനു ശേഷം നിങ്ങൾ വീണ്ടും മാറ്റി കൊടുത്തിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ കുമ്മനം രാജശേഖരനേക്കാൾ തെറ്റായ നിലയ്ക്ക് വർഗീയത പ്രചരിപ്പിക്കാവൂ? അതെ, നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയട്ടെ. ഒരു സർക്കാർ പറയുകയാണ് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രി അടക്കമുള്ള ആളുകൾ അവരുടെ ഏറ്റവും ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരായ ആളുകളുടെ അഭിപ്രായം തേടണം എന്നൊരു കോടതിയിൽ ഒരു സർക്കാർ എഴുതി കൊടുത്താൽ അത് വിലയില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കത് വിലയുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കുമ്മനം രാജശേഖരന്റെ വാക്കിനാ വില.
നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? യുവതീ ശബരിമലയെ പ്രവേശന നശിപ്പിക്കാൻ വിഷയത്തിൽ നിൽക്കുന്നവരുടെ കൂടെ സംസ്ഥാന നിൽക്കരുത്. സർക്കാരിന്റെ നിലപാട് അതൊന്നും സത്യവാങ്മൂലം അതൊന്നും ഇപ്പൊ നിലവിലില്ല. കോടതിയിൽ പറഞ്ഞിരിക്കുന്ന നിലവിലില്ലാത്ത കാര്യം വിഷയത്തിൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന നിലവിലില്ല. കാര്യം അത് കോടതി വരുമ്പോൾ നോക്കും. സമത്വത്തിന് അനുകൂലമാണ്, സ്ത്രീ ഓ, പുരുഷ കോടതി സമത്വത്തിന് അത് ഞങ്ങൾ അനുകൂലമാണ്. സമത്വത്തിന് അനുകൂലമല്ലേ? സ്ത്രീ പുരുഷ സമത്വത്തിന് അനുകൂലമാണ് എന്നുള്ള ഓ, അതെ. നിലപാട് പറഞ്ഞുകൊണ്ട് യുവതീ പ്രവേശനമാകാം. അപ്പൊ ഏത് ഇപ്പൊ നിങ്ങൾ പ്രായത്തിലുള്ള കറക്റ്റായല്ലോ. സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനത്തിന് അനുവാദം നൽകാം എന്നുള്ള നിലപാടാണോ അല്ലയോ സംസ്ഥാന സർക്കാരിന്റേത്? ഇത് തന്നെയാ പറയുന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ നിലപാട്. 2, ശബരിമലയുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാട് ആ സത്യവാങ്മൂലത്തിലുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ കുമ്മൻ രാജശേഖരൻ വേറെ വർഗീയ കലാപമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനൊന്നും കേരളത്തിൽ അവസരം ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ സത്യവാങ്മൂലം തിരുത്തി നൽകേണ്ട ആവശ്യവുമില്ല. താങ്കൾ പറയുകയാണ് സത്യവാങ്മൂലത്തിൽ ഒരു ആവശ്യം- കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് എന്തിനാണ് സത്യവാങ്മൂലം തിരുത്തി നൽകാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് പാലിക്കുന്നതിന് വേണ്ടി വരട്ടെ, അയ്യപ്പ സംഘം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം കേട്ടോ. അല്ല, അയ്യപ്പ സംഗമ സമയത്ത് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ? അല്ല, അതെന്താണ് ഈ രണ്ട് വെള്ളത്തിൽ കാലി ഔട്ടുന്നത് ശ്രീ കെ അനിൽകുമാർ? അയ്യപ്പ സംഘമായിട്ട് ബന്ധമില്ല. അയ്യപ്പ സംഘമോ ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾക്ക് അയ്യപ്പ സംഘം എന്നാണ് മനസ്സിലായിട്ടില്ലേ? അത് ആദ്യം അയ്യപ്പ സംഘം എന്ന് മനസ്സിലാക്കുക. അത് അയ്യപ്പ സംഘം എന്ന് പറയുന്നത് അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ താല്പര്യമുള്ളവരെ അവിടേക്ക് ക്ഷണിക്കുന്നു. അവിടുത്തെ മാസ്റ്റർ പ്ലാനിന്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. അവർ വന്ന് കണ്ട് നേരിട്ട് ശബരിമലയിൽ അവരുടെ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പങ്കാളിത്തം ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അത് ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്. അല്ല, അതല്ല, ആരെ ക്ഷണിക്കുന്നു? ഇതിപ്പോൾ അയ്യപ്പ താല്പര്യമുള്ളവരാണ്. അല്ലല്ല, അങ്ങോട്ട് പോയി വിളിക്കുകയാണല്ലോ. അല്ല, താല്പര്യമുള്ളവർ വരികയാണ്. രജിസ്ട്രേഷൻ വിളിച്ചിരിക്കുകയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. അല്ല, നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകൾ വാർത്ത കാണില്ലേ? അല്ല, നിങ്ങൾ വാർത്തയൊന്നും കാണുന്നില്ലേ? അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞാൻ പറയാം. വിദേശത്ത് നിന്ന് എങ്ങനെ പ്രതിനിധികൾ വരുന്നു? വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകളുണ്ടല്ലോ, അയ്യപ്പന്മാരുണ്ടല്ലോ, അവർ പാസ്പോർട്ട് വെച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം അവരെ അങ്ങോട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് ഒരു 500 പേരെ സെലക്ട് ചെയ്തു. അത് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇവരെ 500 പേരെ പ്രതിനിധികളായിട്ട് വിളിക്കുന്നു. പിന്നെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത്, അതിൽ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. പിന്നെ കേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? പിന്നെ ബാക്കി പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുന്നു. ഇങ്ങനെയല്ലേ? അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് ശബരിമലയിൽ ഇത്തവണ തീർത്ഥാടനത്തിന് നമ്മൾ കൊണ്ടുവന്നല്ലോ. ഓരോ ദിവസവും ഓരോ ലക്ഷം ആളുകൾ അവിടെ വന്നല്ലോ. അവിടെ വരാനുള്ളവർക്ക് എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി താല്പര്യമുള്ളവരെ വിളിച്ചു കൂട്ടുന്നു. അവരതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. അതിൽ കണ്ണുകടിയുള്ളവർ തൽക്കാലം അവരുടെ വിഷമം പറഞ്ഞു തീർക്കാൻ മാർഗമുള്ളൂ. പരിഹാരമില്ല. അതായത് സർക്കാർ ഒരു പ്രായശ്ചിത്തത്തിന് ശ്രമിക്കുകയാണ് ഇവിടെ, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കും. പക്ഷെ പ്രായശ്ചിത്തത്തിന്റെ ഒരു ആവശ്യം സർക്കാരിനില്ല. സർക്കാരായിട്ട് ഒരു കാര്യം ആരംഭിച്ചിട്ടില്ല. സർക്കാരായിട്ട് പ്രത്യേകിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല താനും. അല്ല, ഇവിടെ സർക്കാരാണ് ഈ ക്ഷണിക്കുന്നത് ആളുകളെ. സർക്കാരിന്റെ ലോഗോ വെച്ചാണ് ഈ ക്ഷണക്കത്ത് പോയിട്ടുള്ളത് കേട്ടോ. ഞാൻ സർക്കാർ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ എന്തിനാ? ശബരിമല വികസിപ്പിക്കുന്ന പ്രായശ്ചിത്താണോ? അല്ല, ഞാൻ സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സർക്കാരിനെ വിളിച്ചു കൂട്ടാൻ എന്താണ് സർക്കാരല്ല വിളിക്കുന്നത്? അത് ദേവസ്വം ബോർഡാ വിളിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അല്ല, സർക്കാരിന്റെ ലോഗോ വെച്ചാണ്. അല്ല, സർക്കാരിന്റെ ലോഗോ വെച്ചാണ് പോയിരിക്കുന്നത് ക്ഷണക്കത്ത്. കേരള സർക്കാരിന്റെ ലോഗോ മലയാളിക്ക് അഭിമാനമാണ്. കേരള സർക്കാരിന്റെ ലോഗോ മലയാളിക്ക് അഭിമാനമാണ്. ശബരിമല മലയാളിക്ക് അഭിമാനമാണ്. ശബരിമലയിൽ അഭിമാനമുള്ളവർ അതിനൊപ്പം നിൽക്കും. അഭിമാനം ഇല്ലാത്തവര് കുത്തിത്തിരിപ്പുമായിട്ട് നിൽക്കും. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ. ഇപ്പോൾ